നിങ്ങളിപ്പോൾ ആ ജോബ് ഓഫർ ലെറ്റർ അക്സെപ്റ്റ് ചെയ്യരുത്. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം അക്സെപ്റ്റ് ചെയ്യും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് CTC നോക്കി മാത്രം ഒരിക്കലും ഒരു ജോബ് ലെറ്റർ ഓഫർ ലെറ്റർ അക്സെപ്റ്റ് ചെയ്യരുത്. എന്തെന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ CTCയും ഇൻഹാൻഡ് സാലറിയും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. പലർക്കും ഇത് അറിയത്തില്ല. പലർക്കും ജോബ് ഓഫർ ലെറ്റർ വരുമ്പോൾ പെട്ടെന്ന് ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ CTC നോക്കും. CTC എനിക്ക് ഇത്ര വലിയ CTC എനിക്കുണ്ട്, അപ്പോൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. അങ്ങനെ തന്നെയാണ് ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യുന്നത് മെജോറിറ്റിയും. കാരണം ഒരിക്കലും ഈ CTCയിലുള്ള എമൗണ്ടും നിങ്ങൾക്ക് ഇൻഹാൻഡ് വരുന്ന എമൗണ്ടും നല്ല ഡിഫറൻസ് ആയിരിക്കും. അത് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ കുറച്ചുകൂടി നല്ല ഡിഫറൻസ് വരാൻ സാധ്യതയുണ്ട്. നമുക്ക് CTC എപ്പോഴും ഇത്ര ഉണ്ടെങ്കിലും നമ്മൾ ഇൻഹാൻഡ് വരുമ്പോഴത്തേക്ക് ഇത്ര ആയിരിക്കും കാണുക. നിങ്ങളത് ഓഫർ നിങ്ങൾ വായിക്കാതൊക്കെ അക്സെപ്റ്റ് ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടി കുറയും. സോ ഇതിനകത്ത് ശരിക്കും കുറച്ച് നൂലാമാലകളുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. ഇതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് ഞാൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടത് അതും കൂടി പറഞ്ഞുതരാം. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഒരു 7 lakh CTC ആണ് അവർ പറയണമെന്ന് വെക്കുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, എൻ്റെ ഒരു കാൽക്കുലേഷൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ കൂട്ടുന്നു എന്നുള്ളത്. 7 lakh CTC അവർ പറയുവാണെങ്കിൽ നിങ്ങൾ 7 lakh ഡിവൈഡ് ബൈ 12 അത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് മന്ത്ലി ഒരു എമൗണ്ട് കിട്ടും. ആ മന്ത്ലി എമൗണ്ടിൽ നിന്ന് ഒരു 8,000 to 10,000 റുപ്പീസ് നിങ്ങൾ അങ്ങനെ പാടെ കുറയ്ക്കുക. അത് കുറയ്ക്കുമ്പോൾ ബാക്കി ഒരു എമൗണ്ട് കിട്ടും. ആ എമൗണ്ട് -2,000 അല്ലെങ്കിൽ 3,000 നിങ്ങൾ PFന് വേണ്ടി കുറയ്ക്കുക. ബാക്കി കിട്ടുന്ന എമൗണ്ടാണ് അപ്രോക്സിമേറ്റ് നിങ്ങളുടെ സാലറി ആയിട്ട് വരിക. ഇതാണ് എൻ്റെ കൺസെപ്റ്റ്. ഞാൻ അതിൽ നിന്ന് ഈ പറയുന്ന ഞാൻ ഇപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതിൽ കുറച്ച് 1,000 റുപ്പീസ് കുറച്ച് കൂടിയും അങ്ങോട്ടും ഇങ്ങോട്ടും വരാൻ സാധ്യതയുണ്ട്. എങ്കിലും ഒരു ആവറേജ് നമുക്ക് എടുക്കാൻ പറ്റും ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നതിലൂടെ. സോ ഇതാണ് ഒരു മെത്തേഡ്. സോ ഇൻ കേസ് ഇങ്ങനെ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റായിട്ട് നിങ്ങൾ HR ഇതിനെ ചോദിക്കുക. സാർ എൻ്റെ CTC നിങ്ങൾ ഇത്ര പറയുന്നുണ്ട്, പക്ഷേ ഇൻഹാൻഡ് സാലറി എത്രയാണെന്ന് നിങ്ങൾ പറഞ്ഞു തരാമെന്ന് പറയാം. കാരണം അവർ പറഞ്ഞു തരാനുള്ള ഉത്തരവാദിത്തം അവർക്കുണ്ട്. സോ നിങ്ങൾ ധൈര്യമായിട്ട് ചോദിക്കുക നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ നിങ്ങളൊന്ന് ഓർക്കുക, നിങ്ങൾ പാസ് കമ്പനി നല്ല പെർഫോമൻസ് കാര്യങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ടെങ്കിൽ, നല്ല രീതിയിൽ കാഴ്ചവെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഡിമാൻഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾ അവരൊരു CTC നിങ്ങൾ അയക്കണമെന്ന് വയ്ക്കുക. നിങ്ങൾക്കത് നോക്കുക, പഴയ കമ്പനിയിൽ എനിക്ക് എത്ര പെർസെൻറ്റാണ് ഹൈക്ക് കിട്ടിയേക്കണം നോക്കുക. കിട്ടിയതിന് ശേഷം നിങ്ങൾക്ക് ഒരുവിധം ഫെയർ ഡീലാണെന്ന് വെച്ചാൽ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക. അല്ലാത്ത പക്ഷേ നിങ്ങൾക്ക് ഫെയർ ഡീലല്ല, നിങ്ങൾക്ക് നന്നായിട്ട് കുറഞ്ഞായിട്ടാണ് അവർ ഓഫർ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ ചോദിക്കുക, നിങ്ങൾക്ക് ചെയ്യുക. കാരണം വെച്ചാൽ ഞാൻ ഇത്ര പെർഫോമൻസ് ഒക്കെ കാഴ്ച വെച്ചിട്ടുണ്ട്, അപ്പോൾ എനിക്ക് ഇത്ര തന്നാൽ എനിക്ക് വരാൻ പറ്റുമെന്ന് പറയുക. എന്ന് പറഞ്ഞ് നിങ്ങൾ ഈ പറഞ്ഞ റോക്കറ്റ് ആണെങ്കിലുള്ള ഡിമാൻഡ് ഒന്നും ചെയ്ത് കളയില്ല, അവന്മാർ പോടേന്ന് പറയും. സോ നിങ്ങളൊരു മയത്തിലൊരു ഡിമാൻഡ് ചെയ്യുക. സോ നിങ്ങൾക്ക് പറയുന്ന ഓഫർ ലെറ്റർ നിങ്ങൾക്ക് ഫസ്റ്റിന് ഫെയർ ഡീൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യുക. അല്ലാത്ത പക്ഷേ നിങ്ങൾ കുറച്ച് കിട്ടിയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിമാൻഡ് ചെയ്യാം. കാരണം HR ഇതുപോലെ ടാർഗറ്റ് ഉണ്ടാവും. നിങ്ങൾ ഏത് ഫീൽഡ് ആയിക്കോട്ടെ, HR എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ആൾക്കാരെ എടുത്തിട്ട് അവർക്ക് കുറച്ച് സാലറിക്ക് അവർക്ക് എടുക്കുന്നതാണ് HR ടാർഗറ്റ് എന്ന് പറയുന്നത്. നല്ല നല്ല എംപ്ലോയീസിനെ അവരെടുത്തിട്ട് അവർ കുറച്ച് സാലറി കുറച്ചിട്ടായിരിക്കും നോർമലി നെഗോഷിയേറ്റ് ചെയ്തായിരിക്കും എടുക്കുന്നവർ. അപ്പം കുറച്ച് സാലറി ഫസ്റ്റ് കൊടുക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ ഈ പറയുന്ന ആളുകൾ അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അവരെ ലാഭം. അപ്പോൾ ചിലപ്പോൾ നമ്മളെപ്പോലത്തെ ആൾക്കാരൊക്കെ ആണെങ്കിൽ, എന്നെന്ന് ഞാൻ പറയാൻ വലിയ പെർഫോമർ എന്നൊന്നും പറഞ്ഞില്ല, അപ്പോൾ നമ്മളെപ്പോലത്തെ ആൾക്കാരൊക്കെ ആണെങ്കിൽ നമ്മൾ കുറച്ച് ഡിമാൻഡ് ചെയ്യും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത്യാവശ്യം പെർഫോമൻസ് ചിലത് കാഴ്ച വെച്ചുകൊണ്ട് നമ്മൾ ഡിമാൻഡ് ചെയ്യാറുണ്ട് നമുക്ക് സാലറി കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ. സോ ഇഫ് യു ആർ ഗുഡ് പെർഫോമർ, ഇഫ് യു പെർഫോം വെൽ ഇൻ യുവർ പ്രീവിയസ് കമ്പനി, യു ഷുഡ് ആസ്ക്.